ഏറിയ പ്രാർത്ഥനയോടും തുറന്ന നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ പകരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥനയോട് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. മുഖവരങ്ങളിലേക്കൊന്നും പോകാതെ വേഗത്തിൽ വായിച്ച വചനത്തിലേക്ക് ഞാൻ ദൈവമക്കൾ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. 38-ാം സങ്കീർത്തനമാണല്ലോ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമ്മളിവിടെ വായിച്ചത്. ഈ സങ്കീർത്തനം നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത് ദാവീദ് ചെയ്ത ഒരു തെറ്റിന് ദൈവം തന്നെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയുടെ നടുവിൽ ദൈവം തനിക്ക് കൊടുത്ത ബോധ്യമനുസരിച്ച് തന്നെ ദൈവത്തോട് പാടുന്ന ഒരു പാട്ടാണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം ശിക്ഷിച്ചു, ശിക്ഷ എന്തിനെന്ന് എനിക്ക് ബോധ്യം വന്നു, ദൈവമേ സഹായിക്കണമേ എന്ന് പറഞ്ഞു പാടുന്ന പാട്ട്. 1-ാം വാക്യം വായിച്ചാട്ടെ. ദൈവത്തിൻ്റെ ആ ശിക്ഷ തൻ്റെ മേൽ അതിഭാരമായപ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ക്രോധത്തോടെന്നെ ശിക്ഷിക്കരുത്, ഉഗ്ര നീരസത്തോടെന്നെ. താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ശിക്ഷ സഹിക്കാൻ വയ്യാത്ത രീതിയിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ ഓർക്കണം, ഒരു ദൈവ പൈതൽ ചെയ്യുന്ന തെറ്റിന് ഈ ഭൂമിയിൽ തന്നെ ശിക്ഷയുണ്ട്. പലപ്പോഴും പലരും പറയുന്നവരുണ്ട്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിത്യശിക്ഷാവധിയില്ലെന്ന അതിൻ്റെ അർത്ഥം, നരകമില്ലെന്ന. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗമുണ്ട്, ജഡത്തിൽ വിതയ്ക്കുന്നത് ജഡത്തിൽ കൊയ്യും. ഇവിടെ വിതച്ചതൊക്കെ നമ്മൾ കൊയ്തേ പറ്റത്തുള്ളൂ. കാരണം നിത്യതയിൽ എത്തുമ്പോൾ ഞാനിവിടെ തെറ്റ് ചെയ്തു, ദൈവഹിതമല്ലാതെ നടന്നു, ദൈവം ഇതെല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്തു, എന്നിട്ട് എന്നെ ദൈവസന്നിധി കൊണ്ടങ്ങ് നിർത്തുമ്പം പിശാച് എന്താ പറയും? ദൈവമേ, നീ നീതിമാനല്ല, തെറ്റ് ചെയ്ത വല്ലവരുമൊക്കെ നീ ശിക്ഷിക്കുന്നുണ്ട്, നിന്റെ മക്കളെ എന്ത് ചെയ്യുന്നില്ല? ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പിശാചിന്റെ മുമ്പിൽ ദൈവത്തിന് കുറ്റമില്ലാത്തവനായി നിൽക്കണമെങ്കിൽ ദൈവം തൻ്റെ മക്കളെയും ശിക്ഷിക്കും. വ്യക്തമായി തിരിച്ചറിയണം, തൻ്റെ മക്കൾക്കും എന്തുണ്ട്? ശിക്ഷയുണ്ട്. എബ്രായ ലേഖനത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, താൻ സ്നേഹിക്കുന്ന മക്കളെ. ആ വാക്യത്തെ ഒത്തിരി ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് ആൾക്കാർ. ശിക്ഷ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശിക്ഷ കിട്ടിയത്? നിങ്ങൾ കൂടെ ഉണ്ടോ? താൻ സ്നേഹിക്കുന്ന മകനെ. അപ്പൊ ശിക്ഷ കിട്ടുന്നത് എന്തുകൊണ്ടാ? സ്നേഹം കൂടുമ്പോൾ ശിക്ഷിക്കുമോ? മാതാപിതാക്കൾ എന്ന് പറഞ്ഞാട്ടെ, സ്നേഹം കൂടിയാ ശിക്ഷിക്കുമോ? അവരെ എപ്പോഴാ ശിക്ഷിച്ച്? തെറ്റ് ചെയ്തപ്പോഴാ. തെറ്റ് ചെയ്തിട്ടും അപ്പന് സ്നേഹമുള്ളത് കൊണ്ട് നാളെ തെറ്റ് ചെയ്യാതിരിക്കാൻ എന്തോ ചെയ്യും? ശിക്ഷിക്കും. അപ്പം ശിക്ഷ കിട്ടിയത് എന്തുകൊണ്ടാ? തെറ്റ് ചെയ്തുകൊണ്ടാ. നമ്മൾ ഓർക്കണം, ജീവിതത്തിൽ നമ്മളൊക്കെ ആരും പൂർണ്ണരല്ല. ശിക്ഷകൾ ദൈവം തരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഇതിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠം എന്താ? ദൈവം വെറുതെ ആരെയും ശിക്ഷിക്കാറില്ല. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലൊന്ന് വായിച്ചാട്ടെ. അവിടെ 2-ന്റെ 2-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഒന്ന് വായിച്ചേ. ആ ആ മതി. ആ ഭാഗത്ത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന പ്രതിഫലം എന്നാണ്. ഓരോരോ ലംഘനത്തിനും, ഒന്നുകൂടെ വായിച്ച ആ ഭാഗം മാത്രം. ആ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ, തെറ്റിന്റെ ന്യായമായ പ്രതിഫലം എന്തുവാ? ശിക്ഷ. മറ്റു ട്രാൻസ്ലേഷൻ ശിക്ഷ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ ശിക്ഷ ദൈവം തരും. ദാവീദിന്റെ ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റ് ഏതാണെന്ന് അറിഞ്ഞുകൂടാ. മനുഷ്യനല്ലേ, പല തെറ്റുകൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തെറ്റിൽ താൻ അകപ്പെട്ടപ്പോൾ ദൈവം തന്നെ ശിക്ഷിച്ചു. ആ ശിക്ഷ തനിക്ക് സഹിക്കാൻ വയ്യാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അല്പം കൂടെ ഒന്ന് മയപ്പെടുത്തണമേ. അവിടെ വായിക്കുന്ന 2-ാം ഭാഗത്ത് 38-ാം വാക്യത്തിന്റെ സങ്കീർത്തനത്തിന്റെ ഉഗ്ര നീരസത്തോട് എന്നെ ദണ്ഡിപ്പിക്കുകയും അരുത്. ഇങ്ങനെ താഴോട്ട് തൻ്റെ ലിസ്റ്റ് പറഞ്ഞു വരുമ്പോൾ
ഞാൻ ആ ഭാഗം തൽക്കാലം അങ്ങ് വിടുകയാണ്, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. ഇതെല്ലാം കൂടെ വായിച്ചാൽ നമുക്ക് ഒത്തിരി സമയം പോകും. ഈ ശിക്ഷയുടെ ലിസ്റ്റ് അല്ല ശിക്ഷയുടെ കാഠിന്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു വന്നപ്പോൾ 9-ാം വാക്യത്തിലെത്തിയപ്പോൾ താൻ പറയുന്ന ഒരു പ്രാർത്ഥന വാക്കൊന്ന് വായിച്ചു നമുക്ക് മുന്നോട്ട് പോകാം. മതി. ദൈവസന്നിധി പറയാം, കർത്താവേ ഞാൻ ഞരങ്ങുക. 2 രീതിയിലുള്ള ഞരക്കമാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, തെറ്റു ചെയ്തു എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഞരങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു ഞരക്കം. മറ്റൊന്ന്, ആ വേദനയുടെ കാഠിന്യം കൊണ്ട് ഞരങ്ങുന്ന ഞരക്കം. ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഹൃദയത്തിലെ ഒക്കെയും ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു, തെറ്റുകാരനാണ്. പക്ഷെങ്കിൽ എനിക്ക് ഒത്തിരി നല്ല ആഗ്രഹമുണ്ട്. നാളെ മുതൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതം നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ. താനടാ പറയുന്നത്, എൻ്റെ കർത്താവേ എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ദൈവസന്നിധിയിൽ താൻ പറയുകയാണ്, ഞാൻ നല്ലത് ചെയ്യണമെന്ന ആഗ്രഹത്തോട് ഞരങ്ങുന്ന ഒരു ഞരക്കം. ഏത് ഭക്തന്റെയും ജീവിതത്തിൽ ഇത് ഉണ്ടാകണം. വേദന കൊണ്ട് ഞരങ്ങുന്ന ഞരക്കം അത് സ്വാഭാവികമാണ്, അതെല്ലാവർക്കുമുണ്ട്. ദൈവത്തെ വിളിക്കാത്തവനും വേദന വരുമ്പോൾ കാഠിന്യത്തിന്റെ നടുവിൽ ചിലപ്പോൾ ഞരങ്ങും, നിലവിളിക്കും, നെടുവീർപ്പിടും, സഹിക്കാൻ വയ്യാതെ പോകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ. എന്നാൽ ഞാൻ മറുഭാഗത്തേക്കാണ് കടന്നു വരുന്നത്. ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഞരക്കം, ദൈവമേ നാളെ വീണ്ടും ഈ വഴിയിലൂടെ പോകാൻ എന്നെ ഇടവരുത്തരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ഏതോ ലംഘനം ചെയ്തു, തെറ്റ് ചെയ്തതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു, എന്നെ സഹായിക്കണം കർത്താവേ. നാളുകളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള സമർപ്പണത്തോടുള്ള ആ ഞരക്കം, ഇതൊരു നല്ല ആഗ്രഹമാണ്. നമ്മൾ ആ ഭാഗമാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരണം പോകാതെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ നല്ല ആഗ്രഹത്തിൽ നിന്നുള്ള ആ ഞരക്കത്തെ ദൈവം സ്വീകരിക്കും. ഇനിയും വായിച്ചോട്ടെ, 9-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. കർത്താവേ, ദൈവമേ ഞാൻ ഞരങ്ങി പ്രാർത്ഥിക്കുന്നത് ദൈവഹിത പ്രകാരം ഒരു ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു ഞരക്കമാണ് എൻ്റെ പ്രാർത്ഥനയിലുള്ളത്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വേഗത്തിൽ 1-2 വാക്കുകൾ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ദൈവഹിതപ്രകാരമുള്ള ഞരക്കം, ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹം. ലോകത്തിൽ നമുക്കറിയാം സകല മനുഷ്യനും ആഗ്രഹമുള്ളവരാണ്. ആഗ്രഹമില്ലാത്ത ഒരൊറ്റ മനുഷ്യനുമില്ല. അല്ലെങ്കിൽ അവർ മന്ദബുദ്ധികളായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിഭ്രമം സംഭവിച്ചവരായിരിക്കും. ചിന്തിക്കാൻ കഴിവുള്ള ഏതൊരു മനുഷ്യനും ആഗ്രഹങ്ങളുണ്ട്. നാളുകളെ കുറിച്ച് ആരോട് ചോദിച്ചാലും എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെന്നില്ല. ഇതേക്കുറിച്ച് ഒരു ചിന്തകൻ, ഒരു എക്കോണമിസ്റ്റ്, അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനുണ്ട്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആഗ്രഹത്തിന് പരിധിയില്ല. ഇന്ന് ഒരു കാര്യം സാധിച്ചു, നമ്മൾ പറയത്തില്ല എനിക്ക് ഇന്ന ആഗ്രഹം കൂടെ ഉള്ളൂ എന്ന് പറയുന്ന ചിലരോട് ചോദിച്ചു നോക്ക്, ആ ആഗ്രഹം സാധിക്കുമ്പോൾ അവരെന്നാ പറയും? അടുത്തൊരാഗ്രഹം കയറി വരും. അത് സ്വാഭാവികമാ. ചെറുക്കെ എനിക്ക് ഇന്നതൂടെ മാത്രം മതി, ദൈവം അതങ്ങ് തന്നെന്ന് വെച്ചോ. തന്നു കഴിയുമ്പോൾ അടുത്തത് പൊട്ടിപ്പൊളും. ആഗ്രഹം തീരത്തില്ല ഒരിക്കലും. പണ്ടാരോ പറഞ്ഞല്ലോ, നടന്നു പോകുന്നവൻ ഒരാഗ്രഹം, ഒരു സൈക്കിൾ കിട്ടിയാൽ നല്ലതായിരുന്നു. നടന്ന് ക്ഷീണിച്ചു, അപ്പൊ സൈക്കിൾ ചവിട്ടി കഷ്ടപ്പെട്ട പൊരുത്തം ബൈക്കേ പോകുന്നു. ഉടനെ ഇവന്റെ ആഗ്രഹം എന്ത്? അപ്പൊ ദൈവം ഒരു ബൈക്കാൻ കൊടുത്തു. ഈ ബൈക്ക് ഓടിച്ചു പോയപ്പം പെട്ടെന്ന് ഒരു മഴ, അവൻ കടത്തിനെ കയറി നിൽക്കുന്നു, മറ്റൊരുത്തൻ കാറേ പോകുന്നു. ഉടനെയുള്ള ആഗ്രഹം എന്തോ? നീ തന്നാ തീരുന്നേ. മനുഷ്യന്റെ ആഗ്രഹം ഒരിക്കലും തീരത്തില്ല. ഭൗതിക ലോകത്ത് പറഞ്ഞല്ലോ, നമ്മളും ഈ ലോകത്താണ് പാർക്കുന്നത്. എന്നാൽ ഇതിന്റെ നടുവിൽ നമ്മുടെ ആഗ്രഹം വ്യത്യസ്തമായി മാറണം. വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഭൗതിക ലോകത്ത് ആഗ്രഹിച്ചോ, അതിനുവേണ്ടി നേടിക്കോ, ദൈവഹിതമെങ്കിൽ. ദൈവം തരാൻ ആഗ്രഹിക്കാത്തതൊന്നും വാങ്ങരുതെന്ന് മാത്രമേ ഉള്ളൂ. ദൈവഹിതപ്രകാരം ദൈവം തരുന്നതിനൊക്കെ ആഗ്രഹിച്ചോ. നമുക്കറിയാം, ധനം, സ്ഥാനം, ഉയർച്ച, ഇങ്ങനെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഈ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് നീണ്ടു പോകുമ്പോഴും ഒരു ഭക്തന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കണം? നമ്മൾ വേഗത്തിൽ ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. 27-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 27-ാം സങ്കീർത്തനത്തിന്റെ
4-ാമത്തെ വാക്യം ഒരു ആത്മീകന്റെ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കേണ്ട ആഗ്രഹങ്ങൾ. 1 വായിച്ചോളൂ. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചല്ലോ. യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭക്തന്റെ ആഗ്രഹത്തിൽ 1, ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞ ലോകത്തിൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പലതുണ്ട്. ദൈവത്തെ അറിയാത്തവരുടെ ആഗ്രഹം, ദൈവത്തെ അറിയുന്നവരുടെ ആഗ്രഹവും പലത് കാണും. എന്നാൽ യഥാർത്ഥ ഭക്തൻ ആഗ്രഹിക്കേണ്ടത്, കർത്താവേ, എന്റെ ആയുഷ്കാലമൊക്കെയും അങ്ങയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ, അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദിവസങ്ങളാക്കി എന്റെ ദിവസങ്ങളെ തീർക്കണമേ. എന്നിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാലുള്ള ഗുണമെന്തോ? മറ്റു സാന്നിധ്യം ഒന്നും കയറി വരത്തില്ല. ഇരുളിന്റെ സാന്നിധ്യം അങ്ങോട്ട് വരത്തില്ല. നിരാശയുടെ സാന്നിധ്യം കയറി വരത്തില്ല. ഭയത്തിന്റെ, ആകുലതയുടെ സാന്നിധ്യം കയറി വരത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ പാർക്കുമ്പോൾ, ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ആ സന്നിധിയിൽ എന്നെ മറയ്ക്കുമ്പോൾ, ആ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ മറ്റൊന്നിനും അവിടേക്ക് കയറി വരാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഭക്തന്റെ ആഗ്രഹം നല്ല ആഗ്രഹമല്ലേ? സന്നിധിയിൽ വസിക്കാനുള്ള ആഗ്രഹം. കർത്താവേ, ദൈവ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒത്തിരി ചിന്തകളുണ്ട്, ഭയപ്പെടുത്തുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്, നമ്മളെ നിരാശപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കയറി വരുന്നതിന്റെ കാരണം എന്നാ? ദൈവസാന്നിധ്യമില്ല. 53-ാം സങ്കീർത്തനത്തിൽ വായിക്കാൻ അവിടെ പ്രകാരം ഭാഗത്ത് പറയുന്നുണ്ട്, ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തെക്കുറിച്ചുള്ള ഭയമില്ലാതിരുന്നിടത്ത് മറ്റു ഭയമെല്ലാം കൂടെ കയറി വന്നു. ഞാൻ പറഞ്ഞില്ല, ദൈവ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഉള്ളത്തെ നിറച്ചാൽ, ഈ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് ഇരുളിന്റെ ശക്തികൾ കടന്നു വരത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഭക്തൻ പറഞ്ഞു, എൻ്റെ നല്ലൊരു ആഗ്രഹം ഇതാണ്, ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. മോശ നമുക്കറിയാമല്ലോ, ദൈവം പറയുന്നുണ്ട്, ശത്രു സംഹാരം തരാം, ദൂതനെ അയക്കാം, നിനക്ക് വേണ്ടതെല്ലാം തരാം. പക്ഷെ മോശ പറയുന്നത് എന്താ? എനിക്ക് കർത്താവേ അങ്ങയുടെ സാന്നിധ്യം മതി. അതിനകത്ത് തനിക്കറിയാം എല്ലാം ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ശത്രു അവിടെ വരത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എൻ്റെ യാത്ര സഫലമാകും. ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് ഭക്തൻ പറയുന്നത്, എനിക്ക് ഏറ്റവും വലുത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സമയം നമ്മുടെ മുമ്പിൽ പരിമിതമാണ്. ദൈവമക്കൾ ആഗ്രഹിക്കേണ്ട 1-ാമത്തെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കണം. 73-ാം സങ്കീർത്തനം കൂടെ നിർത്താട്ടെ, 25-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 73-ാം സങ്കീർത്തനം 25-ാം വാക്യം. മതി. ഭക്തൻ ആഗ്രഹിക്കേണ്ട അടുത്തൊരു കാര്യം, ഒത്തിരി ലക്ഷ്യമുണ്ട്, ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ഉറപ്പിച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഒരു ഭക്തന്റെ, ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ 1-ാമത് ആഗ്രഹിക്കേണ്ട ആഗ്രഹം ദൈവ സാന്നിധ്യത്തെ നമ്മൾ ആഗ്രഹിക്കണം. ഇവിടെ ആസാഫ് പാടുമ്പോൾ പറയുകയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? അത് കറക്റ്റാ, നമുക്കറിയാം. സ്വർഗത്തിൽ ആരുണ്ട്? ദൈവമുണ്ട്. അടുത്തത്, ഭൂമിയിലും നിന്നെ അല്ലാതെ. അങ്ങനെയെങ്കിൽ ഭൂമിയിലും ദൈവത്തെ ആഗ്രഹിച്ചാലോ? ഇപ്പം കൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, ഇവിടം വിട്ട് ഒരു ദിവസം നമ്മൾ എവിടെ ചെല്ലും? അന്ന് ആരേ ഉള്ളൂ? ഇവിടെയും എനിക്ക് ദൈവമേ ഉള്ളെങ്കിൽ അവിടെ ചെല്ലുമ്പം ദൈവം നമ്മളെ കാണുന്നത് എങ്ങനെ? എൻ്റെ തിരിച്ച് മറുഭാഗം കൂടെ പറയാം. ഇവിടെ എനിക്ക് വല്ലപ്പോഴും മതി ദൈവത്തെ. ഇത് പറയുമ്പോൾ ഞാൻ ബോധപൂർവം തന്നെയാണ് വാക്ക് പറഞ്ഞത്. ആവശ്യം വരുമ്പം മറ്റാരെ കൊണ്ട് സഹായിക്കാൻ പറ്റാത്തപ്പോ എനിക്ക് ആരെ വേണം? എന്തായാലും ഒന്നും മിണ്ടാതെ. എന്നെ കൊണ്ട് കഴിയാവുന്നിടത്തൊക്കെ ഞാൻ എന്തോ ചെയ്യും? ഞാൻ വല്ലതൊക്കെ ചെയ്യും. എന്നെ കൊണ്ട് ഒക്കാത്തപ്പോഴോ ദൈവത്തിന്റെ അടുത്ത് വരും. കുഞ്ഞുങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ആര് സഹായിക്കണം? കുഞ്ഞുങ്ങളെ മാത്രമല്ല, നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെ എടുത്ത് നോക്കിയോ. ഏറ്റവും കൂടുതൽ സ്തോത്രം പറയുന്നപ്പോൾ ചില ഇരുട്ടിന്റെ അനുഭവത്തിൽ ആരെ വേണം?
കർത്താവിനെ വേണം. ഞാൻ ചോദിച്ചോട്ടെ, ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പം അവിടെ ആരേ ഉള്ളു എനിക്ക്? ഇവിടെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഇവരും എല്ലാം ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. സ്വർഗത്തിലെത്തുമ്പോഴോ? ഇനിയും ഞാൻ ഭൂമിയിൽ എനിക്ക് അവരുണ്ട്, ഇവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ അവരിലൊക്കെ അങ്ങ് ആശ്രയിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആരെയും വെറുക്കാനല്ല പറയുന്നത്. എന്നാൽ ദൈവത്തെക്കാൾ ഉപരി ഈ ഭൂമിയിൽ ഞാൻ മറ്റുള്ളവരിൽ ആശ്രയിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പം ഇവരാരും എനിക്കില്ല. സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നുമില്ല, മക്കളൊന്നുമില്ല, അവരെല്ലാം ഉണ്ടെങ്കിലും ആ ബന്ധങ്ങളില്ല. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആര് മാത്രമേ ഉള്ളൂ? ഇനി ഒന്ന് മനസ്സിലെത്തി ചിന്തിക്കണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കാന്ന് വെച്ചോ, ഇവിടെ വന്നപ്പോ നിനക്ക് എന്നെ വേണം, ഭൂമിയിലായിരുന്നപ്പോഴോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഭൂമിയിലും ആസാഫ് പറയുന്ന എന്തുവാ? നിന്നെ അല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഭൂമിയിലും ദൈവമേ സ്വർഗത്തിലും അങ്ങ ഏറ്റവും ആഗ്രഹിക്കത്തക്കത്. നമ്മുടെ ജീവിതത്തിലെല്ലാം വലിയ ചിന്ത വരണം. ഏറ്റവും ആഗ്രഹിക്കത്തക്കത് എന്റെ ദൈവമാ. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നല്ലോ, സ്വർഗത്തിൽ. വായിച്ചു, ഒന്നൂടെ വായിച്ച വാക്യം. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഈ ചിന്ത വരണം. ഭൂമിയിലും കർത്താവെ അങ്ങായിരിക്കണം എനിക്ക് ഏറ്റവും വലുത്, അങ്ങയെ ആഗ്രഹിക്കാൻ എനിക്ക് കഴിയണം. സ്വർഗത്തിൽ എനിക്ക് ദൈവം മാത്രമേ ഉള്ളെങ്കിൽ പറയണം, ഭൂമിയിലും എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്റെ ദൈവത്തെയാ. യെസ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഭക്തന്റെ ജീവിതത്തിൽ ആഗ്രഹം നമ്പർ 2, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ ആഗ്രഹിക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. 19-ാം സങ്കീർത്തനം കൂടെ ഒന്ന് വായിക്കാമോ? 19-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. മതി, ഭാഗം നമുക്കറിയാം. 7-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണം വായിക്കണ്ട. ആ ഭാഗത്ത് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് പറയുന്നത്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനല്പം കൂടെ വിശദീകരണം കൊടുക്കുകയാണ്. വായിച്ചോ, 10-ാം വായിച്ച. അവ പൊന്നിലും വളരെ തങ്കത്തിലും. അപ്പം ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കത്തക്കതാ. ഈ വെളിപ്പാട് ഭക്തന്മാർക്കുണ്ടായപ്പോൾ അവർ പറയുകയാണ്, പൊന്നിനേക്കാൾ വളരെ തങ്കത്തെക്കാൾ ആഗ്രഹിക്കത്തക്കതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെയെങ്കിൽ ഇതിന് വിലയുണ്ടോ? പൊന്നിനേക്കാളും തങ്കത്തെക്കാളും വിലയുള്ളതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം. ഇതിനോട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് ഒരുപക്ഷെ അതിനോട് ആഗ്രഹം കാണത്തില്ല. വീടോ ധനമോ എന്തെങ്കിലും ഭൗതികമായ പലതിനെ കുറിച്ചുള്ള ആഗ്രഹം വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അതിനേക്കാൾ ആഗ്രഹിക്കത്തക്കത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഭക്തനോട് ചേർന്ന് നമുക്കും പറവാൻ കഴിയണം, കർത്താവേ എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കത്തക്കതെന്ന് പറയുന്നത് അങ്ങയുടെ വചനമായിരിക്കണം. യെസ്, ഹല്ലേലൂയ. ഈ വചനം ആഗ്രഹിക്കത്തക്കതാ. നമുക്ക് ദൈവസന്നിധിയിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം, കർത്താവേ ആഗ്രഹിക്കത്തക്ക വചനം മനസ്സിലാകുന്ന ഭാഷയിൽ എന്റെ കയ്യിൽ തന്ന ഈ വചനത്തോടുള്ള ആഗ്രഹം വർദ്ധിക്കണമേ. ഒരു ഭക്തന്റെ ലക്ഷണം ഇതാകട്ടെ. യെസ്, ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കാതെ തന്നെ കാര്യം മനസ്സിലാകുന്നില്ല. ഒരു ഭാഗം കൂടെ പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ വന്നാട്ടെ. ഭക്തൻ ആഗ്രഹിക്കേണ്ട അടുത്തൊരു കാര്യം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം കൂടെ വായിച്ചോളൂ. മതി. അവരോ അധികം നല്ലതിന്. അവിടെ പല ചരിത്രങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഭക്തന്മാരുടെ ഒക്കെ ചരിത്രം പറഞ്ഞു വന്നിച്ച് പറയുകയാണ്, അവരോ അധികം നല്ലതിന് സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു അഥവാ ആഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്കിൽ അവിടെ തന്നെ വിശദീകരണമുണ്ട്. സ്വർഗീയമായത് എന്താ? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചു നോക്കിയേ. അങ്ങനെയെങ്കിൽ സ്വർഗീയമായത് എന്താ? അധികം നല്ലതാ. ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതിലും അധികം നല്ലതാ സ്വർഗീയമായത്. അങ്ങനെയെങ്കിൽ ഭൂമിയിലുള്ളതിനെ അല്ല, സ്വർഗീയമായതിനെ ആഗ്രഹിച്ചാൽ അധികം നല്ലതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
യെസ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഭൂമിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയാലും അതിലും നല്ലത് സ്വർഗീയമാണ്. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അധികം നല്ലതിനെ ആഗ്രഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഇതായിരിക്കട്ടെ ഒരു ഭക്തന്റെ ലക്ഷണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. കർത്താവേ, ഭക്തിയിൽ ജീവിക്കുന്നെന്ന് അഭിമാനിക്കുന്നു, ഭക്തനെന്ന് പറയുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തിയുടെ വേഷം ഞാൻ ധരിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ സ്വർഗം സർട്ടിഫൈ ചെയ്യും ഞാനൊരു ഭക്തനാ. ഞാൻ ആദ്യത്തെ ആ വാക്കൊന്നുള്ളത് വേഗത്തിൽ പറഞ്ഞു വിടുന്നു. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നത് ഒരു ഭക്തിയുടെ ലക്ഷണമാണ്. സ്വർഗത്തിൽ എനിക്ക് ദൈവമേ ഉള്ളെങ്കിൽ ഭൂമിയിലും എനിക്ക് ദൈവം മതി എന്ന് പറയുന്നത് ഭക്തിയുടെ ലക്ഷണമാണ്. ദൈവത്തിന്റെ വചനത്തോടുള്ള ആർത്തി, ഇതാണ് ഏറ്റവും ആഗ്രഹിക്കത്തക്കതെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നാൽ ഞാനൊരു ഭക്തനാ. 3, അധികം നല്ലത് സ്വർഗീയമായതെന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിലെത്തിയാൽ ഞാൻ ഭക്തനായിട്ട് മാറും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഒരാഗ്രഹം ഞങ്ങൾക്ക് തരണമേ. വേഗത്തിൽ മുന്നോട്ട് പൊക്കോട്ടെ. ഈ ആഗ്രഹം കൊണ്ടിരുന്നാൽ ഇവിടുത്തെ കാര്യം നടക്കും. ന്യായമായ ചോദ്യം. എന്നും സ്വോത്രം സ്വോത്രം, സ്വർഗത്തിലെ വേണം, സ്വർഗം മതി, എനിക്ക് അവിടെ പോയാൽ മതി, ഇവിടുത്തെ കാര്യം നടക്കട്ടെ. ശരിക്കും ഭക്തി ജീവിക്കുന്നവന് ഇവിടുത്തെ കർത്താവ് തരും. വായിച്ചു രാജാക്കന്മാർ പുസ്തകം എടുത്ത് 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 7 മുതൽ ഒന്ന് വായിച്ചിട്ട് ശലോമോന്റെ ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാമെങ്കിലും ഒന്ന് വായിച്ചു കേൾക്കാം. 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 7 മുതൽ വേഗത്തിൽ വായിച്ചോളൂ. ദൈവത്തോട് താൻ പ്രാർത്ഥിക്കാണ്. ദാവീദിന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. ആ ആ ആ ഉം 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 മതി. 13-ാം വാക്യത്തെ നമ്മൾ വായിച്ച് ശ്രദ്ധിച്ചല്ലോ. നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക്. താൻ ചോദിച്ചത് എന്തുവാ? ആത്മീകമാ, വിവേകം. ദൈവമേ, ഈ ജനത്തെ ഭരിക്കാൻ ആവശ്യമുള്ള ന്യായപാലനം ചെയ്യാനുള്ള പരിജ്ഞാനം എനിക്ക് തരണമേ. ആത്മീകം ചോദിച്ചവന് ദൈവം എന്തോ കൂടെ കൊടുത്തു? ഭൗതികവും കൊടുത്തു. ഈസിയല്ലേ? ഭൗതികം, ഞാൻ വീണ്ടും പറയുന്നു, ഭൗതികം എൻ്റെ ആവശ്യം എന്തെന്ന് ദൈവത്തിന് അറിയാം. ഞാൻ ആത്മീകം ചോദിക്കുമ്പോൾ ചോദിക്കാത്ത ഭൗതികം ദൈവം തരും. ഇതല്ലേ ദൈവത്തിന് പ്രസാദം. അവിടെ മേളൊരു ഭാഗത്ത് വായിച്ചല്ലോ, ഈ കാര്യം ചോദിച്ചത് 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന്. അങ്ങനെയെങ്കിൽ ആത്മീയമായി എന്നെ ഉണർത്തണമേ, വളർത്തണമേ കർത്താവെ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നാലല്ല ഒത്തിരി ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഈ ആഗ്രഹം ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ഈ പറയുന്നവർക്ക് ചോദിക്കാത്ത ഭൗതിക അനുഗ്രഹം കർത്താവ് തരും. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഭൗതിക അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുന്നതിനേക്കാൾ ഉപരി ആത്മീക അനുഗ്രഹം ചോദിക്കുമ്പോൾ അതോടൊപ്പം ചിലതൂടെ തരാമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥനയുടെ ആ സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതല്ലേ? യെസ്, ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എനിക്ക് ആഗ്രഹിക്കത്തക്ക പലതും ഈ ഭൂമിയിലുണ്ട്, എന്നാൽ അതിലും ആഗ്രഹിക്കത്തക്കത് അങ്ങ് മാത്രമാണ്. അങ്ങാണ് കർത്താവ് എനിക്ക് ഏറ്റവും വലുത്. ഈ ആഗ്രഹം ദൈവത്തോട് പറയുമ്പോൾ ചോദിക്കാത്തതോട്, ചിന്തിക്കാത്തതോട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ശലോമോൻ ഒരിക്കലും ചിന്തിച്ചില്ല ജ്ഞാനികളിൽ ജ്ഞാനിയാകുമെന്നും മറ്റു രാജാക്കന്മാരെക്കാൾ ഉന്നതനാകുമെന്നും. അതേക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, സമത്വമറ്റ സോളമൻ എന്ന് പറയത്തക്ക രീതിയിൽ ഞാൻ ഉന്നതനാകുമെന്നൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. താൻ ആത്മീകത്തിൽ വളരണമെന്ന് ആഗ്രഹിച്ച് ചോദിച്ചപ്പോൾ
ദൈവം ചോദിക്കാത്ത ഭൗതികവും നൽകി ആദരിച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ ഈ വചനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ആഗ്രഹം ആത്മീകമാകട്ടെ. യെസ്, ഹല്ലേലൂയ. ആത്മീക ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഭൗതിക മേഖലയിലും എന്നെ മാനിക്കാൻ എൻ്റെ ദൈവം മതിയായവനാ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അടുത്തൊരു ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അപ്പം ഭൗതികം ആവശ്യപ്പെടാൻ പാടില്ലേ? ചോദിക്കാം. ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല, ദൈവം തരും. വിശ്വസന. ആത്മീയൻ ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ ഭൗതികമൊക്കെ ആയിക്കഴിഞ്ഞു. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു വാക്ക് നമുക്ക് വളരെ പരിചിതമെന്നാണ്. മുമ്പേ അവന്റെ രാജ്യവും അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കയ്യിലുണ്ടോ? ആരുടെയല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ. 6:33 തോന്നുന്നു മത്തായി സുവിശേഷം. കിട്ടിയവരടുത്ത് വായിച്ചോ. ഇതിനകത്ത് വേറൊരു പദം കൂടെ മലയാളത്തിൽ അത് തന്നെയാണ്. അതിലും നോക്കിയിട്ട് 6:33 എൻ്റെ ധാരണ. 6:33 മലയാളത്തിൽ ആദ്യം ഒന്ന് വായിച്ചോളൂ. മെർലിന് കിട്ടിയെങ്കിൽ വായിച്ചോളൂ. അവിടെ പറയുമ്പം ഒന്നാമത് ആവശ്യപ്പെടേണ്ടതാ. അങ്ങനെയല്ലേ ബാക്കി വെച്ചേ? മുമ്പേ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചത് സീക്ക് ye first the kingdom of. ജീവിതത്തിൽ ഒന്നാമത് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അങ്ങനെയൊക്കെ രണ്ടാമത് ആവശ്യപ്പെടണ്ടോ? ഒന്നാമത് ആവശ്യപ്പെടേണ്ടത് ദൈവത്തിന്റെ രാജ്യവും, രണ്ടാമത് അതോടെല്ലാം കിട്ടും. രണ്ടാമതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും പലതും കിട്ടാത്തതിന്റെ കാരണം എന്നാ? നമ്മൾ ഒന്നാമത് ചോദിക്കുന്നില്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കാതെ 2-ാം ക്ലാസ്സിൽ കയറാനാ നോക്കുന്നത്. 1-ാം ക്ലാസ്സിൽ ശരിക്കും അങ്ങ് പഠിച്ച് പാസ്സാകുക, 2-ാം ക്ലാസ്സിൽ നിങ്ങൾ എത്തിയിരിക്കും. അതോടുകൂടെ ഇതൊക്കെ തരാമെന്നാ പറഞ്ഞത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതോടുകൂടെ ഇതൊക്കെയും മുകളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അടിസ്ഥാനപരമായി എനിക്ക് വേണ്ടത് എന്തു തിന്നും, എന്തു കുടിക്കും, ആഹാരം, വസ്ത്രം, എന്റെ പാർപ്പിടം, ഇതൊക്കെ തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. എനിക്ക് വേണ്ടതായ അടിസ്ഥാന കാര്യങ്ങൾ തന്നാൽ അതിനപ്പുറവും തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അങ്ങനെ ഞാൻ വീണ്ടും പറയുന്നു, ഭൗതികം നമുക്ക് ചോദിക്കേണ്ട കാര്യം ഇത്രമേ ഉള്ളൂ. ദൈവത്തോട് പറ, കർത്താവേ, ഈ ആത്മീയ ജീവിതത്തിൽ 1-ാം സ്ഥാനം എൻ്റെ ദൈവത്തിന് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതോടുകൂടെ എനിക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് തരാനുള്ളത് എൻ്റെ കർത്താവ് തരും. യെസ്, ഹല്ലേലൂയ. എന്നാൽ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. എന്നാൽ ചില പ്രതിസന്ധി വേളയിൽ ഭൗതിക വിഷയത്തിലും ദൈവത്തോട് ചോദിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ചോദിക്കാതെ തന്നെ എൻ്റെ കർത്താവ് തരും. എന്നാൽ ചില വിഷയങ്ങൾ ഞാൻ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണമെന്ന് ദൈവത്തിന് വചനം പറയുന്നുണ്ട്. ഫിലിപ്പിയർ ലേഖനം 4:6 പറയുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അത് ഭൗതികമാകാം, ആത്മീകമാകാം. 107-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം മാത്രം എടുത്ത് കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 107:30. ഭൗതിക ആഗ്രഹങ്ങളും ദൈവം സാധിപ്പിക്കും. പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മീയ ആഗ്രഹങ്ങൾക്കാ. 107:30. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അങ്ങനെയെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം അതെന്തോ ചെയ്തു, സാധിപ്പിച്ചു. പക്ഷെ അതിന്റെ മുകളിലൊരു വാക്യം കൂടെ നോക്കണേ, 28 ഒന്ന് വായിച്ചേ, എപ്പോഴാ അവിടെ എത്തിച്ചെന്നുള്ളത്. അപ്പൊ ചില കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ വിട്ടുപോയില്ല, ദൈവസന്നിധി നിലവിളിച്ചവനെ ദൈവം എന്തോ ചെയ്തു, ആഗ്രഹിച്ച തുറമുഖത്ത് എന്തോ ലക്ഷ്യത്തിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. ലക്ഷ്യത്തിനെത്താൻ തടസ്സമായി തിരമാലകളും കാറും കോളും ആ കടൽ പ്രക്ഷുബ്ധമാകുന്നു. ഇവർക്കെത്താൻ കഴിയാത്ത രീതിയിൽ ചില പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുന്നു. പക്ഷെങ്കിൽ അവർ ആ കഷ്ടത്തിന്റെ നടുവിൽ നിലവിളിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അങ്ങനെയെങ്കിൽ ആഗ്രഹിച്ച തുറമുഖത്ത് കർത്താവ് കൊണ്ടെത്തിക്കും. ചില പ്രാർത്ഥന ആവശ്യമുണ്ട്, നിലവിളി ആവശ്യമുണ്ട്. ജീവിതത്തിൽ കൈവിട്ടു പോകുന്നെന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാമെങ്കിൽ നിങ്ങളുടെ ഭൗതിക ആഗ്രഹങ്ങളും ആഗ്രഹിച്ചിടത്ത് കൊണ്ടെത്തിക്കാൻ ദൈവം മതിയായവനാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
ചിന്തകൾ ഇങ്ങനെ പറഞ്ഞു കയറി വരും. തൽക്കാലം ഇവിടെ കൊണ്ട് ബ്രേക്ക് ചെയ്യാന്. ശേബാരാജ്ഞി ശലോമോൻ രാജാവിനെ കാണാൻ വന്ന ചരിത്രം രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. താൻ അവിടെ വന്ന് കണ്ടേച്ച മടങ്ങുന്ന ഒരു മടക്കം. ഞാൻ ഇടഭാഗം എല്ലാം വിട്ട ചൊറ്റ വാക്യം മാത്രം ഒന്ന് ഓർപ്പിക്കാം. 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിലേക്ക് വന്നാണ്. അതിന്റെ 13-ാം വാക്യം. ആ മതി. അവിടെ എഴുതിയിരിക്കുന്നത് ശലോമോന്റെ രാജ്യത്തേക്ക് വന്നപ്പോൾ ഒത്തിരി സമ്മാനം കൊണ്ടാണ് വന്നേക്കുന്നത്. അതിന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൾ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടുകൂടെ, അങ്ങനെങ്കിൽ ഒട്ടകപ്പുറത്ത് കയറ്റിയാണ് ശലോമോൻ രാജാവിന് സമ്മാനം കൊണ്ടു കൊടുത്തത്. ഈ രാജ്ഞി തിരിച്ചു പോയപ്പോൾ 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ശലോമോൻ രാജാവ് സ്വമേധയാ ശേബാരാജ്ഞിക്ക് രാജൗത്യം പോലെ കൊടുത്തത് കൂടാതെ. അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റ് അവിടെ നിൽക്കണേ. ശേബാരാജ്ഞി എന്ന് പറയുമ്പോൾ തെക്കേ രാജ്ഞി എന്ന് യേശു കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. തെക്കെന്ന് പറയുമ്പോൾ ആ പലസ്തീൻ നാട്ടിലെ തെക്ക് ഈ അറബി രാജ്യങ്ങളാണ്. അതേക്കുറിച്ച് ചില വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്നത്തെ യമനിൽ നിന്ന എത്യോപ്യ എന്നും പറയുന്നുണ്ട്. എനിവേ, ആ ഒരു ചെറിയ രാജ്യത്തു നിന്നാണ് ആര് വന്നത്? ശേബാരാജ്ഞി വന്നത് വലിയ രാജ്യത്തേക്കാണ്. ശലോമോൻ അന്ന് ലോകത്തിലെ ഏറ്റവും മഹാന. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ മഹാനായ വ്യക്തിക്ക് ഒട്ടകപ്പുറത്ത് സമ്മാനം കൊണ്ടുവന്നെങ്കിൽ ഈ വലിയ രാജാവ് തിരിച്ചു കൊടുക്കുന്നതോ? ഇനി ഒട്ടകത്തേക്കാൾ വലുതുണ്ടെങ്കിൽ അല്ലെ പല ഒട്ടകപ്പുറത്തുള്ളതായിരിക്കും തിരിച്ചു കൊടുക്കുന്നത്, ആയിരിക്കത്തില്ലേ? വലിയ ആളെ കാണാൻ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സമ്മാനം കൊണ്ട് വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഈ രാജാവ് കൊടുക്കുന്നത് രാജാവിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച. അല്ല എങ്കിൽ ആർക്കാ നാണക്കേട്? രാജാവിന് നാണക്കേടാ. ശേബാരാജ്ഞി നാട്ടിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തോ കിട്ടി? ഒന്നും കിട്ടിയില്ല, അയാൾ വലിയ ആളാണ് അവർ. ഇത് വരാതിരിക്കാൻ ശേബാരാജ്ഞി എന്ത് കൊണ്ടുവന്നോ അതിന്റെ പല മടങ്ങ് ആര് കൊടുത്തു കാണും? അവിടെ തന്നെ ഒരു പ്രത്യേക പദം ഉണ്ടല്ലോ, സ്വമേധയാ. രാജൗത്യം പോലെ രാജാവിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇദ്ദേഹം കൊടുത്തു. അടുത്ത വാക്യം വായിച്ചു, അതാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. കൂടാതെ വായിച്ചു. ഇത് കൂടാതെ ശേബാരാജ്ഞി പോകാൻ നേരം ചോദിച്ചു, അത് നല്ല രസമുണ്ടല്ലോ, എന്തിനേലും ചൂണ്ടിക്കാണിച്ചോട്ടെ. രാജാവ് പറഞ്ഞാൽ കൊണ്ടുപോകും. ആഗ്രഹിച്ചത് മുഴുവൻ എന്തോ ചെയ്തു? കൊടുത്തു. അങ്ങനെ എന്റെ വാക്കുകൂടെ അവസാനിപ്പിച്ചോട്ടെ. ഈ ഭൂമിയിലെ ഒരു രാജാവ് തന്റെ അടുക്കൽ വന്ന് ആഗ്രഹം പറഞ്ഞ ആളിന് ആഗ്രഹവും സാധിപ്പിച്ചു കൊടുത്തു, തന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചും കൊടുത്തെങ്കിൽ യേശു കർത്താവ് ശലോമോനെ കുറിച്ച് പറയുന്ന ആ വാക്കുകൂടെ ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിന്റെ 12ലേക്ക് വന്നിട്ട് 12-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം വായിച്ചു. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അങ്ങനെയെങ്കിൽ വ്യക്തമായി ആ ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. യേശു കർത്താവ് ആ ഭാഗം പറയുമ്പോൾ ഇവിടെ ഇതാ ശലോമോനിലും, അങ്ങനെയെങ്കിൽ ശലോമോൻ രാജാവ് തന്റെ അടുക്കൽ വന്ന് ആഗ്രഹം പറഞ്ഞ വ്യക്തിക്ക് ആഗ്രഹിച്ചത് കൊടുത്തെങ്കിൽ ഇവിടെ ഇപ്പൊ ആരാ ഉള്ളത്? ശലോമോനിലും വലിയവന്റെ അടുക്കൽ എന്റെ ആഗ്രഹം പറഞ്ഞാൽ സാധിപ്പിച്ചു കിട്ടുമോ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ശലോമോനിലും വലിയവനായ ഒരു ദൈവത്തിന്റെ അടുക്കൽ ഞാൻ കടന്നു വന്ന് എന്റെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ സാധിപ്പിച്ചു തരുന്നത് ആ തന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സ്വമേധയാ രാജൗത്യം പോലെ കൊടുത്തത് കൂടാതെ ആഗ്രഹിച്ചതും കൊടുക്കുവാൻ ശലോമോന്റെ പക്കൽ ധനവും മാനവും സമ്പത്തും ഉണ്ടെങ്കിൽ എന്റെ ദൈവം അതിലും വലിയവനാ.
ശലോമോനിലും വലിയവനായ ഒരു വ്യക്തിയുടെ അടുക്കലാണ് ഇന്ന് പകൽ കടന്നു വന്ന ദൈവമക്കൾ ആഗ്രഹങ്ങൾ സ്തോത്രത്തോടൊന്ന് അറിയിച്ചാട്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒന്ന് പറയാൻ, കർത്താവേ എൻ്റെ ആത്മീക ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആരംഭിക്കാമോ? നിന്റെ ഭൗതിക ആവശ്യങ്ങളിലും ദൈവം മതിയായവനാണ്. ഒന്നിനും കുറവില്ലാതെ വണ്ണം തരേണ്ടത് തക്ക സമയത്ത് തന്ന് മാനിക്കാൻ എൻ്റെ ദൈവം മതിയായവനാ. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? എല്ലാ പ്രിയപ്പെട്ട കണ്ണുകൾ അടച്ചാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, രാജൗത്യം പോലെ സ്വമേധയാ ചോദിച്ചതൊക്കെ കൊടുത്തെങ്കിൽ ഓൾറെഡി ചിലത് കൊടുക്കാൻ രാജാവ് പ്ലാൻ ചെയ്തു. അത് കൂടാതെ ചോദിച്ചതും കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ആഗ്രഹിക്കുന്നത് ആ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, യെസ്, ഹല്ലേലൂയ, അങ്ങയുടെ വചനം ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഭൂമിയിലും അങ്ങയെ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, അധികം നല്ലത് സ്വർഗീയമായതിനെ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ഈ പകൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ഈ ഭൂമിയിലെ എൻ്റെ ജീവിതം ധന്യമായി മാറും. ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറും. എൻ്റെ നിരാശകൾ മാറും, എൻ്റെ ഭാരങ്ങൾ മാറും, എൻ്റെ വേദനകൾ മാറും. ആ സാന്നിധ്യത്തിൽ ഞാൻ നിൽക്കുന്നിടത്തോളം ശത്രുവിന് എന്നെ തൊടാൻ കഴിയത്തില്ല. ഞാൻ നിൽക്കുന്നത് ദൈവസന്നിധിയില്ല. ആ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുമ്പോൾ, ആ വെളിച്ചത്തിലായിരിക്കുമ്പോൾ ഇരുളിന്റെ ശക്തികൾ മാറി നിന്ന് എന്നെ നോക്കിക്കൊണ്ട് പലതും പറയുമെങ്കിലും അവർക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയാതെ വണ്ണം ആ ദൈവ സാന്നിധ്യം പ്രബലമായിരിക്കുന്ന ഓരോ നിമിഷങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ആഗ്രഹിക്കേണ്ടത് ഇതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോമോനിലും വലിയവന്റെ അടുക്കൽ നമ്മൾ കടന്നു വന്നപ്പോൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ചിലതൊക്കെ തരാൻ ആ ശലോമോൻ ബാധ്യസ്ഥനാണ്. ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രവും ആരാധനമായി കടന്നു വന്നാൽ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ, ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടത് എന്നെ തന്നെ. എൻ്റെ ആരോഗ്യം ഞാൻ ദൈവത്തിന് കൊടുക്കണം. എൻ്റെ പൂർണ്ണ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ ആരാധിക്കണം. ഇന്ന് പകൽ ദൈവമക്കളെ, നിങ്ങളുടെ വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാമെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകാമെങ്കിൽ, അതൊക്കെ ഓരോ സമ്മാനങ്ങളാണ്. എൻ്റെ നാവെടുത്ത് ഞാൻ സ്തോത്രം ചെയ്യുമ്പോൾ, എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് അർപ്പിക്കുന്ന ചില അർപ്പണമാണ്. ഈ അർപ്പണം അർപ്പിക്കുമ്പോൾ ദൈവം എന്നെ മടക്കി അയക്കുന്നത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലാണ്. യെസ്, ഹല്ലേലൂയ. ശെബാരാജ്ഞി തന്റെ രാജ്യത്തുള്ള വിലപിടിപ്പുള്ള പലതും കൊണ്ടുവന്ന് ശലോമോന് കാഴ്ചവെച്ചപ്പോൾ ശലോമോൻ തന്നെ മടക്കി അയച്ചത് ശലോമോന്റെ മഹത്വത്തിനൊത്തവണ്ണമാണെങ്കിൽ, ഇന്ന് പകൽ ആരാധനയ്ക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചു മടങ്ങുമ്പോൾ സ്തോത്രം ചെയ്യാൻ മടി കൂടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാമെങ്കിൽ, ആരാധിക്കാൻ ദൈവസന്നിധി തയ്യാറാകാമെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകാമെങ്കിൽ, ദൈവം തന്ന ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കരങ്ങൾ അടിച്ച് എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ, എന്റെ നാവെടുത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ, എന്റെ ശരീരം കൊണ്ട് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ, അങ്ങോട്ട് ഞാൻ എന്തൊക്കെ ദൈവത്തിന് കൊടുക്കുന്നോ അതിന്റെ 10 മടങ്ങ് നൽകി എന്നെ സമാധാനത്തോടെ മടക്കി അയക്കുവാൻ കഴിയുന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കളെ വിളിച്ചു പറ, കർത്താവേ, ഞാൻ വന്നതുപോലെ മടങ്ങത്തില്ല. ഞാൻ ചിലത് എന്റെ ദൈവത്തിന് കൊടുത്താൽ എന്റെ ദൈവം ചിലത് എനിക്കും തരും. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തില് ഇന്ന് പകൽ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുമിച്ച് ദൈവത്തിന് നന്ദി കരേറ്റിയാട്ട്. കർത്താവേ, എനിക്ക് അങ്ങയിൽ നിന്ന് ചിലത് പ്രാപിച്ചു മടങ്ങണം. കർത്താവേ, ഞാൻ എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു. കൃപ, ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. യെസ്, ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട കണ്ണുകൾ അടച്ച ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ വീണ്ടും നോക്കുന്നു. ഈ പകൽ കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ അടുത്ത് വന്നു. ഒരു ഭക്തൻ ആഗ്രഹിക്കേണ്ടതെന്തെന്ന് വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ ഓർപ്പിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നല്ല ആഗ്രഹങ്ങൾ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഭൗതിക വിഷയത്തിന്മേൽ പോലും കർത്താവേ
ചോദിക്കാത്ത നന്മയും തന്ന് ഞങ്ങളെ ആദരിക്കുന്ന ദൈവം അവിടുന്നാണ്. ശലോമോന്റെ നല്ല ആഗ്രഹങ്ങൾ, ആത്മീക ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ ദൈവത്തിനത് പ്രസാദമായി. ചോദിക്കാത്ത ചിലതോടെ നൽകിയെങ്കിൽ ഇന്ന് പകൽ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് മുഖപക്ഷമുള്ള ദൈവമല്ല. ആത്മീയമായി ഞങ്ങളെ ഉണർത്തണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഭൗതിക മേഖലയിൽ പോലും അത്ഭുതാവഹമായ ഉയർച്ച നൽകി ആദരിക്കാൻ അവിടുന്ന് കഴിയുന്ന ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ശെബരാജ്ഞി ശലോമോന് ചില സമ്മാനം കൊടുത്തപ്പോൾ ശലോമോന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ശലോമോൻ മടക്കി അയച്ചെങ്കിൽ ശലോമോനിലും വലിയവന്റെ അടുക്കൽ വന്ന് കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് സ്തുതി സ്തോത്ര യാഗങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ മാനിച്ച് മടക്കി അയക്കുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഇന്ന് പകൽ കർത്താവേ, ഈ വചനം കേട്ട മുഴുവൻ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് പകർന്നാട്ട്. മഹത്വം അങ്ങയ്ക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ.